എന്തുകൊണ്ടാണ് അലിൻ ജോസ് പെരേര എന്ന വ്യക്തി ഇപ്പൊ പല കല്യാണങ്ങൾക്കും അതിഥിയായി ക്ഷണിക്കപ്പെടുന്നത്? ആരാണ് മലയാളിക്ക് അലിൻ ജോസ് പെരേര? മലയാളി പൊതുബോധത്തിന് കോമാളിത്തം എന്ന് വിളിക്കാൻ താല്പര്യമുള്ള രീതിയിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിലൂടെയോ സിനിമാ റിവ്യൂ പറഞ്ഞതിന്റെ പേരിലോ മറ്റ് പല കാരണങ്ങളാലോ ആളുകൾക്കിടയിൽ വൈറലായി അറിയപ്പെടാൻ തുടങ്ങിയ ആളുകളാണ് അലിൻ ജോസ് പെരേര, അതുപോലെ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി. ഇവരെ എപ്പോഴും നമ്മളുടെ മലയാളി അല്ലെങ്കിൽ കേരളീയ മനസ്സുകൾ കാണുന്നത് അവർ തങ്ങളുടെ എന്തോ ഔദാര്യം കൊണ്ട് ഫേമസ് ആയവരാണ് എന്ന രീതിയിലാണ്. ശരിക്കും എന്താണ് ഔദാര്യത്തിന് പിന്നിലെ സൈക്കോളജി? അതിനെ വേണമെങ്കിൽ ഇൻസെക്യൂർ സുപ്പീരിയോറിറ്റി എന്ന് വിളിക്കാം. അതായത് ഒരു വ്യക്തിയെ ഒരു കൂട്ടം ആളുകൾ ഒത്തുചേർന്ന് കളിയാക്കുമ്പോൾ അവർക്കിടയിൽ ഒരു ബോണ്ട് രൂപപ്പെടുന്നു. ഈ കളിയാക്കപ്പെടുന്ന വ്യക്തി ഒരുപക്ഷെ നമ്മുടെ സൊസൈറ്റിയുടെ നോർമൽ എന്ന നിർവചനത്തിന് അപ്പുറത്ത് നിൽക്കുന്ന ആളാകാം. അങ്ങനെ ഒരാളെ കളിയാക്കുമ്പോൾ ഞങ്ങൾ എന്തോ സംഭവമാണെന്നൊരു ഹൈ ഇങ്ങനെ കളിയാക്കുന്നവർക്ക് കിട്ടുന്നു. അതായത് ലോ സെൽഫ് എസ്റ്റീം ഉള്ള, ഫിയർ ഓഫ് റിജക്ഷൻ ഉള്ള, ഫ്രജൈൽ ഈഗോ ഉള്ള, വാലിഡേഷൻ സീക്ക് ചെയ്യുന്ന, സോഷ്യൽ ഹൈറാർക്കിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇത്തരം പ്രവൃത്തികളിൽ സന്തോഷം കണ്ടെത്തുന്നത്. അവർ കാണിക്കുന്നത് കോമാളിത്തരങ്ങളാണെന്നും അത് നമ്മളെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുമാണ് പൊതുബോധം. അങ്ങനെ നമ്മളെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ പോലും അതിന്റെ പേരിൽ അവരോട് വളരെ മോശമായി പെരുമാറുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇന്നുണ്ട്. അവരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള റീലുകളും ചിത്രങ്ങളും ട്രോളുകളും തയ്യാറാക്കുന്ന ഒരു വലിയ വിഭാഗം യുവാക്കൾ കേരളത്തിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ചിലപ്പോഴെങ്കിലും രസകരമായി എടുക്കാവുന്ന ഒരു ട്രോൾ മെറ്റീരിയലായി അവർക്ക് സ്വയം കംഫർട്ടബിൾ ആണെങ്കിൽ ഇതിൽ മുന്നോട്ട് പോകുന്നതിൽ പ്രശ്നമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലാ പരിധികളെയും മറികടന്നുകൊണ്ടാണ് ഇവർക്കെതിരെയുള്ള ആക്രമണം നടക്കുന്നത്. അലിൻ ജോസ് പെരേരയുടെ കാര്യമെടുത്താൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ശാരീരിക ആക്രമണങ്ങളുടെ എണ്ണം കുറവല്ല എന്ന് കാണാം. ഈ ആക്രമണങ്ങളുടെ വീഡിയോകൾ വളരെ അപകടകരമായ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ മാധ്യമ സംസ്കാരത്തെയും നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിനകത്ത് എല്ലാ മലയാളികളും തന്നെ ഒരു തരത്തിൽ സ്വയം വിമർശനം നടത്തേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ തരത്തിലുള്ള ആക്രമണങ്ങളെ സ്വീകരിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ സാമൂഹ്യ മാധ്യമ കൂട്ടായ്മകൾ മാറുന്നു എന്നുള്ളതാണ്. ഇതിന് മറ്റൊരു സൈഡ് കൂടിയുണ്ട്. കല്യാണങ്ങളിൽ റാഗിംഗ് നടത്തുന്ന ഒരു ഏർപ്പാടുണ്ട്. ഉദാഹരണത്തിന് വരനെയും വധുവിനെയും ഒക്കെ ആളുകൾക്ക് മുമ്പിൽ വെച്ച് കളിയാക്കുക, അവർക്ക് ചെറിയ പണികളൊക്കെ കൊടുക്കുക എന്ന പരിപാടി മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ഏരിയകളിലെ വീടുകളിൽ നടക്കുന്ന ഒരു കലാപരിപാടിയാണിത്. വധുവിനും വരനും ഒക്കെ എന്തെങ്കിലും ചെറിയ പണിയോ തമാശകളിൽ പൊതിഞ്ഞ മറ്റ് ആക്ടിവിറ്റികളോ കൊടുത്ത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കളിയാക്കുക എന്നതാണ് പരിപാടി. ഈ റാഗിംഗ് അഥവാ നാടൻ ഭാഷയിൽ സൊറ എന്നറിയപ്പെടുന്ന കല്യാണ പരിപാടികളിലെ ഏറ്റവും പുതിയ അതിഥികളാണ് അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ പോലുള്ളവർ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കല്യാണ ചെറുക്കന്റെയോ കല്യാണ വധുവിന്റെയോ കൂട്ടുകാർ അലിൻ ജോസ് പെരേരയെ ഒരു കല്യാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥിയായി പണം കൊടുത്ത് ക്ഷണിക്കുന്നു. അങ്ങനെ കല്യാണത്തിനെത്തുന്ന ഇദ്ദേഹത്തെ കല്യാണ ചെറുക്കന്റെയും വധുവിന്റെയും ഒക്കെ അരികിൽ നിർത്തി അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥി ഇദ്ദേഹമാണ്, അദ്ദേഹം ഈ കല്യാണ ചെറുക്കന്റെയോ വധുവിന്റെയോ ഒക്കെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന തരത്തിൽ പ്രദർശിപ്പിക്കുകയും ഇത് കല്യാണം കൂടാൻ വന്ന ആളുകൾക്കിടയിൽ കല്യാണ ചെറുക്കനെയും കല്യാണ പെണ്ണിനെയും കളിയാക്കാനുള്ള ഒരു അവസരമായി മാറുകയും ചെയ്യുന്നു എന്നതാണ് ഈ മലബാർ സൊറ കല്യാണങ്ങളിൽ അലിൻ ജോസ് പെരേര വരുന്നതിന്റെ സാഹചര്യം. ഇതിനെ നമ്മൾ എതിർക്കണോ എന്ന ചോദ്യം വരുമ്പോൾ ഇല്ല എന്നതാണ് ഉത്തരം. കാരണം ഇങ്ങനെ വരുന്നവർ ഒരു പക്ഷേ അതൊരു തൊഴിലായിട്ടായിരിക്കും കാണുന്നത്. അലിൻ ജോസ് പെരേരയായാലും ആറാട്ടണ്ണനായാലും മറ്റുള്ളവരായാലും കൃത്യമായി പണം വാങ്ങിയിട്ടാണ് ഇത്തരം കല്യാണങ്ങൾക്ക് എത്തുന്നത് എന്ന് അവരുടെ തന്നെ വീഡിയോസിൽ നിന്ന് വ്യക്തമാണ്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട് എടുത്താൽ വിക്രമിന്റെയും അജിത്തിന്റെയും രജനിയുടെയും ഒക്കെ രൂപസാദൃശ്യമുള്ള ആളുകൾ മിമിക്രി കലാകാരന്മാരെ പോലെ കല്യാണങ്ങൾക്ക് എത്തുകയും വധൂവരന്മാരെ ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തൊഴിൽ മേഖല തന്നെ അവിടെയുണ്ട്. ഇപ്പോഴത് കേരളത്തിലേക്കും വന്നിരിക്കുന്നു. പക്ഷേ ഇവിടെ കല്യാണങ്ങളിലേക്ക് അല്ലെങ്കിൽ സൊറയിലേക്ക് ക്ഷണിക്കപ്പെടുന്ന അതിഥികളായി എത്തുന്ന അലിൻ ജോസ് പെരേരയ്ക്കും മറ്റും നേരിടേണ്ടി വരുന്ന അനുഭവങ്ങളാണ് ഇതിനകത്തുള്ള ഏറ്റവും അപകടകരമായ നാം തിരുത്തേണ്ട കാര്യം. ഇവരുടെ ഈ സൊറ കല്യാണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ചില വീഡിയോകളുടെ സന്ദർഭങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഉദാഹരണത്തിന് ഇവർ അതിഥികളായി വരുന്ന ഒരു കല്യാണത്തിൽ ആ കല്യാണ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമോ മുതിർന്ന അംഗമോ ആയിട്ടുള്ള ഒരാൾ ഇവരെ അവിടെ ആക്രമിക്കുകയും അസഭ്യ വാക്കുകൾ പറയുകയും അവിടെ നിന്ന് ഇറക്കിവിടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ മുമ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇവർ അതിഥികളായി വന്നതിനെയോ അല്ലെങ്കിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സൊറ പരിപാടികളോടോ താല്പര്യമില്ലാത്ത കുടുംബത്തിലെ മുതിർന്നവരായിരിക്കാം അത് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ സത്യത്തിൽ അവരത് ആരോടാണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ആ മനോഭാവം ആരോടാണ് പ്രകടിപ്പിക്കേണ്ടത്? ഇവർ പണം വാങ്ങി അതിഥികളായി വന്നവരാണ്. ഇവർക്ക് പണം നൽകി ഇവരെ അതിഥികളായി ക്ഷണിച്ചവരെയാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു വിമർശനം ഉണ്ടെങ്കിൽ അത് അറിയിക്കേണ്ടത്. എന്നാൽ അതിന് തയ്യാറാകാതെ അതിഥികളായി വന്നവരോട് അത്തരത്തിൽ പെരുമാറുക എന്ന് പറയുന്നത് വളരെ അപക്വമായ, മര്യാദയില്ലാത്ത പെരുമാറ്റമാണ്. മറ്റൊന്നാണ് ഇത്തരത്തിൽ കല്യാണങ്ങൾക്കായി ക്ഷണിക്കുന്ന അതിഥികളോട് ഷർട്ട് ഊരാൻ പറയുക, പാന്റ് ഊരാൻ പറയുക, തങ്ങൾ പറയുന്ന വസ്ത്രം ധരിക്കാൻ പറയുക, അർദ്ധനഗ്നരായി വേദിയിൽ കയറാൻ പറയുക തുടങ്ങിയ പ്രവണതകളൊക്കെ. സത്യത്തിൽ അങ്ങനെ പറയാൻ ഈ പറയുന്ന അതിഥികളായി ക്ഷണിച്ചവർക്ക് അർഹതയുണ്ടോ? ചിലപ്പോൾ വലിയ തുക കൊടുത്തിട്ടായിരിക്കും അവരെ വിളിക്കുന്നത്. വലിയ തുക ഈ പറയുന്ന അതിഥികൾ ഇവരിൽ നിന്ന് സ്വീകരിക്കുന്നുമുണ്ടാകാം. പക്ഷെ അതൊന്നും അവർ തീരെ കംഫർട്ടബിൾ അല്ലാത്ത ഒരു ജോലി ചെയ്യാൻ അവരെ നിർബന്ധിക്കുന്ന ഒന്നാകരുത്. കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യമേ പറഞ്ഞ് തീരുമാനിച്ച് അതിനുള്ള പണം കൊടുക്കണം. ഇനി അവരത് വിസമ്മതിച്ചാൽ അത് മാന്യമായി കേട്ട് അംഗീകരിച്ചു കൊടുക്കണം. അതിന് പകരമായി വളരെ മാനുഷികരഹിതമായിട്ടുള്ള ഇത്തരം പ്രവൃത്തികളും അവർക്ക് ഇഷ്ടമില്ലാത്ത പരിപാടികളും അവരെ കൊണ്ട് ചെയ്യിക്കുക എന്ന് പറയുന്നത് വളരെ മോശം പ്രവണത തന്നെയാണ്. മറ്റൊന്നാണ് ഇത്തരം അതിഥികളായി വന്നവർ ഭക്ഷണം കഴിക്കുന്നതും കുളിക്കാൻ കയറുന്നതും വസ്ത്രം മാറുന്നതും തുടങ്ങിയ അവരുടെ സ്വകാര്യമായ നിമിഷങ്ങളെയൊക്കെ വീഡിയോ എടുത്ത് വളരെ മോശമായ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത്. സത്യത്തിൽ അത്തരം വീഡിയോസിന് വലിയ ലൈക്കും കമന്റും ഷെയറും ഒക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്കൊരു ആൾക്കൂട്ട സാഡിസം കാണാൻ കഴിയും. അതായത് ഒരു വ്യക്തിയെ ഹ്യൂമിലിയേറ്റ് ചെയ്ത് അതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന ഒരു ജനത. വേണമെങ്കിൽ പറയാം ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ അവർ നിന്നു കൊടുക്കുന്നത് കൊണ്ടല്ലേ
എന്ന്. അപ്പോഴും ഹ്യൂമിലിയേറ്റ് ചെയ്ത് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആ ആൾക്കൂട്ടത്തിന്റെ മനോഭാവത്തിന്റെ പ്രശ്നം അവിടെ അങ്ങനെ തന്നെ കിടക്കും. ഞങ്ങൾക്ക് സ്വയം ഹൈയായി തോന്നാൻ ആരെങ്കിലും താഴ്ത്തിക്കെട്ടണം എന്നൊരു അവസ്ഥ ശരിക്കും പരിതാപകരമല്ലേ? സോഷ്യൽ പറ്റേണിലിസം എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു വ്യക്തിയോ ഒരു സമൂഹമോ തങ്ങളുടെ കൈക്കീഴിലാണ് ജീവിക്കുന്നത് എന്നും അവർ തങ്ങൾ പറയുന്നത് കേൾക്കാൻ നിർബന്ധിതരാണെന്നുമുള്ള ഒരു ചിന്താഗതി സമൂഹം ഒന്നടങ്കം വെച്ച് പുലർത്തുന്ന രീതിയാണ് സോഷ്യൽ പറ്റേണിലിസം. തങ്ങൾ പറയുന്നത് അനുസരിക്കാൻ മറ്റുള്ളവർ ബാധ്യസ്ഥരാണെന്ന ഈ അധികാരഭാവത്തോടെയാണ് സമൂഹം അവരോട് പെരുമാറുന്നത്. ഈ ചിന്താഗതി വ്യക്തികളുടെ സ്വയംഭരണാവകാശത്തെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും പൂർണ്ണമായി ഇല്ലാതാക്കുന്നു. ഇതിനുള്ള ഏറ്റവും ഉചിതമായ ഉദാഹരണം നമ്മുടെ നാട്ടിലെ പരമ്പരാഗത ജാതി വ്യവസ്ഥയും തൊഴിൽ വിഭജനവുമാണ്. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സമൂഹത്തിലെ ബാക്കിയുള്ളവർ പറയുന്നതിനനുസരിച്ച് മാത്രമേ ജീവിക്കാവൂ എന്നും അവർക്ക് എന്താണ് നല്ലതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം തങ്ങൾക്കാണെന്നും ഉയർന്ന ജാതിയിലുള്ള പൊതുസമൂഹം പണ്ട് കൽപ്പിച്ചിരുന്നു. വിദ്യാഭ്യാസം നേടാനോ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ മാന്യമായ മറ്റു ജോലികൾ ചെയ്യാനോ ഉള്ള സ്വാതന്ത്ര്യം നിഷേധിച്ച് നിങ്ങൾ ഞങ്ങളുടെ കീഴിൽ ഇങ്ങനെ ജീവിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന രീതിയിലാണ് സമൂഹം അവരോട് പെരുമാറിയിരുന്നത്. ഇത്തരത്തിൽ ചിന്തിക്കാനും തീരുമാനമെടുക്കാനും ശേഷിയുള്ള മനുഷ്യരെ തങ്ങളുടെ അധീനതയിലുള്ള കളിപ്പാവകളെ പോലെ കാണുകയും അവരുടെ നന്മയ്ക്കെന്ന വ്യാജേനെ സ്വന്തം അധികാരവും നിയമങ്ങളും അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ക്രൂരമായ ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് സോഷ്യൽ പറ്റേണിലിസം. നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന ചില മനുഷ്യരെ കാണുമ്പോൾ അവരെയൊക്കെ നിയന്ത്രിക്കാനും തിരുത്താനും പരിഹസിക്കാനും നമുക്കെന്തോ പ്രത്യേക അവകാശമുണ്ടെന്ന ഭാവത്തിലാണ് നമ്മളിൽ പലരും പെരുമാറാറുള്ളത്. ഇപ്പൊ ഈ ഒരു സോഷ്യൽ പറ്റേണിലിസ്റ്റ് ചിന്താഗതികളുടെ ഇരയായി ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലും മാറിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് അലിൻ ജോസ് പെരേരയും സന്തോഷ് വർക്കി അഥവാ ആറാട്ടണ്ണനും. നമ്മുടെ ഈഗോ ബൂസ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടി മാത്രം കല്യാണ വീടുകളിൽ വരെ അവരെ ക്ഷണിച്ച് അപമാനിക്കുന്നതിന്റെ അർത്ഥം ആസ് എ സൊസൈറ്റി നമ്മൾ ഫ്രജൈൽ ഈഗോ ഉള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളുകളാണ് എന്നത് തന്നെയാണ്. തമാശ ആസ്വദിക്കാൻ പണം നൽകുന്നതും ഒരാൾ അപമാനിക്കപ്പെടുന്നത് കാണാൻ പണം നൽകുന്നതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. പണ്ട് കാലത്ത് യൂറോപ്പിലൊക്കെ ചിലർ തങ്ങളിൽ നിന്ന് വ്യത്യസ്തരായ ചില മനുഷ്യരെ കൊണ്ടുവന്ന് കൂട്ടിലടച്ച് പ്രദർശിപ്പിച്ച് ഫ്രീക്ക് ഷോ നടത്തിയിരുന്നു. പലപ്പോഴും ഇവർക്ക് കൂലിയും കൊടുത്തിരുന്നു. മനുഷ്യർ മനുഷ്യരെ തന്നെ പ്രദർശിപ്പിക്കുന്ന ഈ രീതി ഇന്ന് മനുഷ്യത്വമില്ലായ്മയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏത് എന്റർടൈൻമെന്റിലും പരസ്പര ബഹുമാനം ഇല്ലാതായാൽ അത് വെറും ഫ്രീക്ക് ഷോ ആയി മാറുമെന്നതിൽ സംശയമില്ല. അതിന് കൂലി കൊടുത്തിട്ടാണെങ്കിലും അവരുടെ കൂടെ അനുവാദത്തോടെയാണെങ്കിലും. അപ്പൊ എന്താണ് നമ്മുടെ സമൂഹത്തിന്റെ ഇങ്ങനെയുള്ള ചില സാഡിസ്റ്റ് പ്രവൃത്തികളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.